ചരിത്രപ്രസിദ്ധമായ തുറുവലിക്കുന്ന് ധ്രുവപുരം ശ്രീമഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് നടന്ന അനുജ്ഞാകലശം ഭക്തി നിർഭരമായി. രാമായണ കാലത്തോളം പഴക്കം കണക്കാക്കുന്ന തുറുവലിക്കുന്ന് ശ്രീമഹാദേവ ക്ഷേത്രം പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്താമെന്ന് ഭക്തജനങ്ങൾ ഭഗവാന് മുന്നിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. പരമ്പരാഗത വാസ്തുശില്പ വിധിപ്രകാരമുള്ള ക്ഷേത്ര നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുവരികയാണെങ്കിലും ഇതുവരെ ക്ഷേത്ര ശ്രീകോവിൽ, ഗണപതി ക്ഷേത്രം, നമസ്കാര മണ്ഡപം എന്നിവ മാത്രമാണ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. ചുറ്റമ്പലം, ദേവീക്ഷേത്രം, ഗുരുദേവ ക്ഷേത്രം, സർപ്പസങ്കേതം എന്നിവയുടെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുവാൻ കഴിയൂ. നിശ്ചിത കാലയളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കാതിരുന്നത് മൂലം പ്രതിഷ്ഠാകർമ്മത്തിന് കുറച്ചുകൂടി സമയം അനുവദിക്കുവാൻ ഭഗവാന്റെ അനുജ്ഞ ലഭിക്കുന്നതിനായാണ് അനുജ്ഞാകലശം നടത്തിയത്. ഭക്തജനങ്ങൾ ഒന്നടങ്കം കൂട്ടപ്രാർത്ഥന നടത്തുകയും വിഘ്ന നിവാരണത്തിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കഴിക്കുകയും ചെയ്യുകയുണ്ടായി. ഐതിഹ്യവും ചരിത്രവും സമന്വയിക്കുന്ന തുറുവലിക്കുന്ന് ധ്രുവപുരം ക്ഷേത്രം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം മൂലം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് തൽസ്ഥാനത്ത് പുതിയ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത്. ത്രേതായുഗത്തിൽ അതിഘോരമായ രാമരാവണ യുദ്ധം നടക്കുന്നതിനിടെ രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റ് ശ്രീരാമലക്ഷ്മണന്മാർ മോഹാലസ്യപ്പെട്ട് വീണതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് ക്ഷേത്രത്തിനുള്ളത്. ശ്രീരാമലക്ഷ്മണന്മാർക്ക് ബോധം തെളിയുവാനുള്ള ഔഷധം തേടിപ്പോയ ശ്രീഹനുമാൻ ആകാശത്ത് കൂടി ഔഷധമലയായ മരുത്വാമലയുമായി സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് ഉതിർന്നു വീണ കുന്നിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഐതിഹ്യം. സമയബന്ധിതമായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള അനുജ്ഞ തേടിയാണ് അനുജ്ഞാകലശമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ അനന്തരാജ്, വൈസ് പ്രസിഡന്റ് VN റജിമോൻ, സെക്രട്ടറി KG രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു. തുറുവേലിക്കുന്ന് ധ്രുവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 34 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ കാലയളവിനുള്ളിൽ ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, ഗണപതി ക്ഷേത്രം എന്നിവ പൂർണ്ണമായും കരിങ്കല്ലിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും ചിറ്റമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കേണ്ടതായിരിക്കുന്നത്. ഏകദേശം 1,20,00,000-ലധികം രൂപ ഇതുവരെ മുടക്കിയാണ് ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയും കൃഷ്ണശിലയിൽ തന്നെ ചിറ്റമ്പലത്തിൻ്റെ പണികൾ ആരംഭിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി ഭഗവാനിൽ നിന്നും കാലാവധി നീട്ടിവാങ്ങുന്ന അനുജ്ഞാ കലശം ആണ് തന്ത്രി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഭക്തജനങ്ങളുടെ നിർലോഭ സഹകരണമാണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ച ക്ഷേത്രം തന്ത്രി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികൾ പറഞ്ഞു. നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടിയുള്ള പരിശ്രമവും ക്ഷേത്രം നല്ല കൃഷ്ണശിലയിൽ പരിപൂർണമായ ഒരു മഹാക്ഷേത്രമായി തീർക്കുവാൻ ഇവിടുത്തെ ഗ്രാമവാസികളാകുന്ന ഭക്തജനങ്ങളും ദേശജനങ്ങളും ശാഖായോഗത്തിൻ്റെ പ്രവർത്തകരുമൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. നിശ്ചിത സമയത്തിനുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള ഭഗവത് കടാക്ഷമാണ് ലഭ്യമായിരിക്കുന്നതെന്ന് മേൽശാന്തി വടുതല സിബിൻ ശാന്തി പറഞ്ഞു. കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രം വളരെ ഉത്തമ സ്ഥാനത്തും വൈക്കം കടുത്തുരുത്തേക്ക് കിടക്ക് റോഡ് സൈഡിലുള്ള ഏക ശിവക്ഷേത്രമാണ് തുറുവേലിക്കുന്ന് ധ്രുവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. ഭക്തജനങ്ങളും പല ദേശത്തു നിന്നും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ക്ഷേത്ര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിച്ചു പോകും. ഭഗവാന് എല്ലാവർക്കും നല്ല ഒരു വിശ്വാസം ഉള്ള ക്ഷേത്രമാണ് തുറുവേലിക്കുന്ന് ധ്രുവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര ശ്രീകോവിലിൻ്റെയൊക്കെ നിർമ്മാണം, നമസ്കാര മണ്ഡപത്തിൻ്റെയൊക്കെ നിർമ്മാണം കൃഷ്ണശിലയിലും തടിയിലും ചെമ്പോലയിലൊക്കെ ആയിട്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ പുനഃപ്രതിഷ്ഠകളൊക്കെ ചെയ്യണമെങ്കിൽ നാലമ്പലത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾക്ക് പുറമെ ക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ K രാധാകൃഷ്ണൻ, സെൻ സുഗുണൻ, MV ബിനീഷ്, PB സാനു, D ഷിബു, സിനി രവി, തങ്കമണി ശശിധരൻ, ശോഭ ജയറാം എന്നിവർ നേതൃത്വം നൽകി. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.